നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സ്വന്തം കുടുംബാംഗങ്ങളോടൊപ്പം വനത്തിൽ നിന്ന് ഭക്ഷണവും വെള്ളവും തേടിയെത്തിയ ആനക്കുട്ടി പീച്ചി ഡാം റിസർവോയറിൽ ചെടിയിൽ കുടുങ്ങി. മുതിർന്നവരെല്ലാം വെള്ളം കുടിച്ച് മടങ്ങിയപ്പോൾ കാൽ ചെടിയിൽ പൂണ്ട് കുട്ടിയാനയ്ക്ക് ഇണങ്ങാൻ പറ്റാതെ ഒടുവിൽ വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി രക്ഷപ്പെടുത്താൻ വലിയ പ്രയത്നം നടത്തി. വെറ്ററിനറി ഡോക്ടർമാരും യത്നത്തിൽ കണ്ണികളായി. ഒടുവിൽ ശ്രമം വിഫലം. ആനക്കുട്ടി ചെരിഞ്ഞു. പരിശോധിക്കാം വീണയൻ ന്യൂസ് വിശദമായി. തലക്കെട്ടുകളിലേക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന സ്പിന്നർ പൈപ്സ് മാനുഫാക്ചേഴ്സ് ഓഫ് HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പാർട്ടി പദവികളെല്ലാം ഒഴിയുന്നു. DCC സെക്രട്ടറി പദവിയും വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കും. രാജിക്കത്ത് KPCC നേതൃത്വത്തിന് അയച്ചതായി വിശ്വസനീയ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട്. നഗരസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനം. അവധിക്കായി അപേക്ഷ നൽകും. തലപ്പള്ളി താലൂക്ക് സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് തുറന്ന കലാപത്തിലേക്ക് വഴിവെച്ചത്. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ദീർഘദൂര ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റ് പുതുക്കി നൽകണമെന്ന് ആവശ്യം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. സമരത്തീയതി അടുത്ത ദിവസം പ്രഖ്യാപിക്കും. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ സഹോദരന്റെ ബസ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ബസ്സിനെ പെർമിറ്റ് ഇല്ലെന്ന് കണ്ടെത്തി. AMVI CJ ഷോണിന്റെ സഹോദരന്റെ ബസ്സാണ് പിടികൂടിയത്. യാത്രക്കാരായ 20 പേരെ KSRTC ബസ്സിൽ കയറ്റിവിട്ട് ഉദ്യോഗസ്ഥർ. ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വർഗീയവും സ്ത്രീവിരുദ്ധവുമായ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ K. രാധാകൃഷ്ണൻ MP രംഗത്ത്. കുൻവർ വിജയ് ഷായുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയം. തീവ്രവാദികളുടെ സഹോദരി എന്ന മന്ത്രി പരാമർശം സേനയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത്. BJP കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് രാധാകൃഷ്ണൻ. മന്ത്രിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. എന്താണ് പറയുന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ടാകണമെന്ന് കോടതി. കേസ് റദ്ദാക്കണമെന്ന ഹർജി വിധി പറയാൻ മാറ്റി. സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ ഗതാഗത വകുപ്പ് തീരുമാനം പിൻവലിക്കണമെന്ന് BMS. തൊഴിലാളികളെ സമൂഹത്തിൽ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കില്ല. ശക്തമായ സമര പരിപാടികളായി മുന്നോട്ട് പോകുമെന്ന് തൃശൂർ ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘ്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കണമെന്ന് വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കര. പദ്ധതി ആരംഭിച്ചത് താൻ MLA ആയിരിക്കുമ്പോൾ. പുഴയ്ക്കലിൽ നിർമ്മിച്ച പുതിയ പാലവും സമാന്തരമായി അമ്പലത്തിനോട് ചേർന്ന പാലവും നിലനിർത്താനെടുത്ത തീരുമാനം നടപ്പിലാക്കണം. KSTP ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനത്തിൽ സമാന്തര പാലമില്ലാത്തതിൽ പ്രതിഷേധം. അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അനിലിന്റെ കത്ത്. എടക്കളത്തൂർ ശ്രീ ശിവദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവ പ്രേമികൾക്ക് മതിവരാ കാഴ്ചയൊരുക്കി ഉത്സവം ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനം. ഓരോ ഭക്തമനസ്സുകളിലും ഭക്തി ലഹരിയുടെ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് ആവേശപൂരം. വ്യാഴാഴ്ച പുലർച്ചെയും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. പരമ്പരാഗത അവകാശവേലകളും ആരവമായി. തൊഴുത്തിൽ ഉറങ്ങിയും പാതയോരത്തെ വൈദ്യുതി തൂൺ വെളിച്ചത്തിൽ പഠനം നടത്തിയും ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി കൊച്ചുമിടുക്കൻ അഭിനവിന് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+. മികവിന്റെ പ്രതീകമായ മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക്
+1 +2 സൗജന്യ പഠനം ഉറപ്പാക്കി വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല. ആദ്യഘട്ട സഹായ ധനം കൈമാറി സേവ്യർ ചിറ്റിലപ്പിള്ളി MLA. വായനശാലയുടെ ബാലവേദി വർണ്ണക്കൂടാരം ഏകദിന ക്യാമ്പിന് തുടക്കം. നോവലിസ്റ്റ് VM ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് വികസന മുന്നേറ്റത്തിന് കർമ്മ പദ്ധതിയുമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. വാർഷിക പദ്ധതി നിർവഹണത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ നിർദ്ദേശങ്ങളുമായി നിരവധി പേർ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. പൈങ്കുളത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിയാർക്കോട് വീട്ടിൽ 27-കാരൻ വിഷ്ണുവാണ് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈദികനെ കണ്ണീരോടെ വിട നൽകി വിശ്വാസി സമൂഹവും കുടുംബാംഗങ്ങൾ.